നമ്മുടെ ഗുകേഷ് കളിച്ചൊരു തീപ്പൊരി ചെസ് ഗെയിം ഉണ്ടല്ലോ. പ്രാഗ് ചെസ് ഫെസ്റ്റിവൽ 2024 കിടിലൻ ഗെയിം കളിക്കുന്നത്. ഇവിടെ വൈറ്റ് കളിച്ചിരിക്കുന്നത് ഗുകേഷാണ്, ബ്ലാക്ക് കളിക്കുന്നത് വിൻസെന്റ് ഗെയിമറാണ്. അപ്പോൾ ഗുകേഷ് തുടങ്ങുന്നത് പോണിനെ ഇവിടെ D4 കളിച്ചാണ്. നൈറ്റ് F6, C4, E6, നൈറ്റിനെ C3 കളിക്കുന്നു. ബിഷപ്പ് B4, അപ്പം നിംസോയിൻ്റെ ഡിഫൻസ് ആണ്. നൈറ്റ് F3, D6, ക്വീൻ C2, ബ്ലാക്ക് കാസിൽ ചെയ്യുന്നു. ബിഷപ്പ് G5 കളിച്ച് ഈ ഒരു നൈറ്റിനെ പിൻ ചെയ്യുന്നു. നൈറ്റ് C6 കളിക്കുന്നു. A3 കളിച്ച് ബിഷപ്പിനെ ഓടിക്കാൻ നോക്കുന്നു. ബിഷപ്പ് വെച്ച് വെട്ടുന്നു, ക്യൂൻ വെച്ച് തിരികെ വെട്ടുന്നു. H6 കളിച്ചിട്ട് ഈ ബിഷപ്പിനെ ഓടിക്കാൻ നോക്കുന്നു. ബിഷപ്പ് ജസ്റ്റ് പുറകോട്ട് നിന്ന് ഈ പ്രഷർ അതുപോലെ തന്നെ നിലനിർത്തുന്നു. റൂക്ക് E8 കളിക്കണം. അപ്പോൾ ഇനി ഐഡിയ ഇവിടെ സെൻറ്ററിലേക്ക് സ്ട്രൈക്ക് ചെയ്യാനാണ് ബ്ലാക്കിന്. ഇവിടെ ഗുകേഷ് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു മൂവ് കളിക്കുകയാണ്. ക്യൂൻ സൈഡ് കാസിൽ ചെയ്യാണ്. ബിഷപ്പിനെ D7 കളിക്കുന്നു. ഗുകേഷ് E3 കളിച്ച് ഈ ബിഷപ്പിനെ കൂടെ ഫ്രീ ആക്കാൻ നോക്കുകയാണ്. ഇവിടെ E5 കളിച്ചിട്ട് മാക്സിമം പ്രഷർ ഇവിടെ സെൻറ്ററിലേക്ക് കൊടുക്കണം. ആ ബിഷപ്പ് ഓപ്പൺ ആവുകയും ചെയ്തു. റൂക്കിന് നല്ല ഓപ്പൺ ഫയൽ കിട്ടുകയും കൂടെ എന്ന രീതിയിലാണ്. ക്യൂവിന് C2 കളിക്കുന്നു. കിങ്ങുമായിട്ട് ഓൾമോസ്റ്റ് ഈ ഒരു ബിഷപ്പിൻ്റെ ലൈനിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്, ഇങ്ങനെ ഒരു ലൈനിലേക്ക് വരാനാണ്. A6 കളിക്കുന്നു. അപ്പോൾ ക്യൂൻ സൈഡ് ക്യാൻസൽ ചെയ്താൽ ഇവിടെ ഗുകേഷിനെതിരെ ക്യൂൻ സൈഡ് അറ്റാക്ക് ചെയ്യാനാണ് ഇവിടെ ബ്ലാക്കിൻ്റെ ശ്രമം. ബിഷപ്പ് D3, G5 കളിച്ചിട്ട് ഈ ഒരു പ്രശ്നക്കാരനായ ബിഷപ്പിനെ ഓടിക്കാൻ നോക്കണം. അപ്പം നിങ്ങളാണെങ്കിൽ ഈ പൊസിഷനിൽ നിങ്ങൾ എന്ത് ചെയ്യും? ബിഷപ്പിനെ അറ്റാക്ക് ചെയ്തിരിക്കുമല്ലേ. നിങ്ങളാണെങ്കിൽ ഈ പൊസിഷനിൽ വൈറ്റ് കളിക്കണമെങ്കിൽ എന്ത് ചെയ്യും? ഈ ബിഷപ്പിനെ ഓടുത്ത് ഇവിടേക്ക് പോവോ, അതും അല്ലെങ്കിൽ ഇതുപോലത്തെ സാക്രിഫൈസ് ഒക്കെ നോക്കുമോ? ഗുകേഷ് അത് രണ്ടുമല്ല ചെയ്ത്. ഗുകേഷ് ആദ്യം ഇത് വെച്ചിട്ട് ബിഷപ്പിനെ അറ്റാക്ക് ചെയ്തപ്പോൾ തിരിച്ചുള്ള നൈറ്റിനെ അങ്ങ് അറ്റാക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ ഇപ്പോൾ ബിഷപ്പിനെ എടുക്കാൻ നിവർത്തിയില്ല, കാരണം തിരിച്ച് നൈറ്റ് പോകും. അതുകൊണ്ട് നൈറ്റ് വെച്ചെടുക്കണം, കുറച്ച് എക്സ്ചേഞ്ചുകൾ കിടക്കണം, റൂക്ക് വെച്ച് വെട്ടി കിടക്കണം. ഇവിടെയും ബിഷപ്പിലേക്കാണ് നേരെ അറ്റാക്ക്. നിങ്ങളാണെങ്കിൽ ഈ പൊസിഷനിൽ എന്ത് ചെയ്യും? ബിഷപ്പ് ഒരുപക്ഷെ ഇങ്ങോട്ടേക്ക് വരുമായിരിക്കും. പക്ഷെ ഗുകേഷ് ഇതൊന്നും അല്ല ചെയ്യുന്നത്. ഗുകേഷ് F4 കളിച്ചിട്ട് ആ റൂക്കിനൊരു കൊട്ട് കൊടുക്കണം. അപ്പോൾ ഇവിടെ ഈ ഒരു ബിഷപ്പിനെ സേവ് ചെയ്യാമായിരുന്നു, പക്ഷെ അതൊരു പാസീവ് അപ്രോച്ചാണ്. അതുകൊണ്ടാണ് F4 കളിച്ച് ആ റൂക്കിനെ അറ്റാക്ക് ചെയ്യണം. വീണ്ടും ബിഷപ്പിനെ എടുക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് റൂക്കിനെ C5 കളിക്കണം. ഇനി ബിഷപ്പിനെ സേവ് ചെയ്യുമോ? ഇല്ല. B4 കളിച്ചിട്ട് ആ റൂക്കിൻ്റെ പാത്ത് ഓൾമോസ്റ്റ് അടച്ചു കളഞ്ഞു. റൂക്ക് C6 പോകുന്നു. പോൺ വെച്ചെടുക്കുന്നു. ഫൈനലി പോൺ വെച്ചെടുക്കുന്നു F4 കളിച്ചതോടെ. ഇവിടെ തിരിച്ച പോൺ വെച്ചെടുക്കുന്നതിന് വരെ നൈറ്റ് ഇവിടേക്ക് കളിച്ചിട്ട് ആ രണ്ട് പീസുകളിലേക്ക് അറ്റാക്ക് ചെയ്യണം. ആ പോണിലേക്ക് ക്യൂനിലും റൂക്കിലേക്കും ഒരേ അറ്റാക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗുകേഷ് ബിഷപ്പിനെ H7 കളിച്ചൊരു ചെക്ക് കൊടുക്കണം. കിങ് മാറിയതിന് ശേഷം ഇങ്ങനെ ഇവിടെ ഒരു അറ്റാക്ക് ഉണ്ട്, പക്ഷേ ഗുകേഷിന് ഒരു കൂസലും ഇല്ല. റൂക്ക് F1 കളിക്കണം. ഇവിടെ ബ്ലാക്ക് ക്യൂവിനെ E7 കളിക്കണം. അപ്പോൾ ഇനി ഈ ഒരു പോണിനെ വെട്ടിക്കഴിഞ്ഞാലോ ഇവിടെ ഒരു ബ്യൂട്ടിഫുൾ വേരിയേഷൻ ഉണ്ട്. റൂക്ക് ടേക്സ് F7 ചെക്ക്. അപ്പോൾ പിന്നെ കിങ് വെച്ച് വെട്ടിയെടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ചെക്ക് വരും. മാറിക്കഴിയുമ്പോൾ ഇത് ഒരു ചെക്ക് മേറ്റിംഗ് വേരിയേഷനിലോട്ട് പോകും. ഇതൊരു ബ്യൂട്ടിഫുൾ ചെക്ക് മേറ്റ് ആണ്. ബിഷപ്പും ക്യൂവിനും എല്ലാം കൂടെ ലൈനപ്പ് ചെയ്തിരിക്കുകയാണ്. ഒരു ബ്യൂട്ടിഫുൾ ചെക്ക് മേറ്റ് സംഭവിക്കും. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാക്രിഫൈസ് ലൈൻ ഉള്ളതുകൊണ്ടാണ് നേരിട്ട് അതിലേക്ക് പോയത്. അതിന് പകരം ക്യൂവിനെ E7 കളിച്ചിട്ട് ഈ ഒരു F7 പോണിനെ ഡിഫെൻഡ് ചെയ്യുന്നു. ഗുകേഷിൻ്റെ അടുത്ത കിടിലൻ മൂവ് G6 കളിച്ചിട്ട് ഈ ബിഷപ്പ് ക്യൂനിലേക്ക് നേരെ അറ്റാക്ക് ചെയ്യണം. അപ്പോൾ ചാടിക്കയറി ഇത് വെട്ടാനുള്ള നിവർത്തിയില്ല. കാരണം എന്താണ്? ഈ ഒരു ബിഷപ്പ് ക്യൂനിലേക്ക് നിർത്തുന്നു. ഇവിടെ കളിയിൽ F6 ആണ് കളിക്കുന്നത്. ഒരു പക്ഷേ ഇതിനെ വെട്ടിക്കഴിഞ്ഞാലോ, വെട്ടിക്കഴിഞ്ഞാൽ ആദ്യം ഇങ്ങനെ ഒരു ചെക്ക് വരും. കിങ് മാറിക്കഴിയുമ്പോൾ ക്യൂന് E4 ചെക്ക് വരും. കിങ് വീണ്ടും മാറിക്കഴിയുമ്പോൾ ഒരു ചെക്കും കൂടെ മാറിക്കഴിയുമ്പോൾ നേരെ ചെക്ക് മേറ്റിലോട്ട് പോകും. അപ്പോൾ ഈ വേരിയേഷൻ എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ G6 ശേഷം വളരെയധികം ഡേഞ്ചറസ് ആണ്. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ തന്നെ ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇപ്പം വിൻസെന്റ് ഗെയിമറിന് വേറെ ഒരു നിവൃത്തിയില്ല. ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് ഇപ്പോൾ ഗുകേഷ് ആകെ തൻ്റെ പീസുകളായി ഇവിടെ വരിഞ്ഞു വരുത്തിയേക്കുവാണ് ഇവിടെ. അപ്പോൾ ഇവിടെ കളിയിൽ F6 കളിച്ചിട്ട് ആ ഒരു ക്യൂനിൽ ഡയങ്ങളിൽ അടയ്ക്കുകയാണ്. ഗുകേഷ് ഇനി എങ്ങനെ അറ്റാക്ക് കണ്ടിന്യൂ ചെയ്യുന്നു? H3 കളിച്ചു. വീണ്ടും ആ ഒരു ക്യൂനിലേക്കുള്ള അറ്റാക്ക് ഇല്ലെങ്കിലും ഇങ്ങോട്ട് വന്ന് എടുത്തോളൂ എന്നുള്ള ആ ഒരു അറ്റാക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. D5 ആണ് കളിക്കുന്നത്. വീണ്ടും നേരത്തെ കണ്ടതുപോലെ നൈറ്റ് വെച്ച് എടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എടുത്തു കഴിഞ്ഞാൽ ആദ്യം ബിഷപ്പ് ടേക്സ് F6. അപ്പോൾ ഇൻ കേസ് ഇപ്പോൾ ക്യൂവിനെ എടുക്കാൻ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ആദ്യം വെച്ചൊരു ചെക്ക് കൊടുക്കും. കിങ് മാറി ഇത് വെട്ടി. അപ്പോൾ ഇൻ കേസ് ഒരു ചെക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെ ജസ്റ്റ് കിങ് മാറിയാൽ മതി. ഇവിടേക്കൊക്കെ അറ്റാക്ക് ചെയ്യാൻ വന്നാൽ G7. അപ്പോൾ ഓൾറെഡി അതൊരു ക്യൂനിങ് സ്ക്വയറിലേക്കായി. ഇത് ഓൾമോസ്റ്റ് ഇവിടെ ക്ലിയർലി വിന്നിങ് ആണ് ഇവിടെ വൈറ്റിന്. അപ്പോൾ അതുകൊണ്ടാണ് ആ ലൈനിലേക്കും പോകാതിരുന്നത്.
അപ്പം അതുകൊണ്ട് ഈ പൊസിഷനിൽ പോലും H3 കളിച്ച് കഴിഞ്ഞിട്ട് ഇതൊരു നിവർത്തിയില്ല, അതിനെ വെട്ടാൻ പറ്റില്ല. അതുകൊണ്ട് D5 കളിക്കുന്നു. ഐഡിയ റൂക്ക് ഗുകേഷിൻ്റെ ഈ ഒരു ക്യൂവിൻ്റെ ഈ ഒരു ഫയലിലേക്ക് ലൈനപ്പ് ചെയ്യാൻ വേണ്ടി ബ്ലാക്ക് അവിടെ കളിക്കുന്നു. ഇവിടെ പോൺ വെച്ച് നൈറ്റിനെ വെട്ടിയെടുക്കുന്നു. ഇവിടെ റൂക്ക് വെച്ച് എടുക്കും. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ സ്കെയറിയാണ്, കാരണം ക്യൂവിന് ഇവിടെ പോയല്ലോ, ഇനി ഗുകേഷ് എന്ത് ചെയ്യും? പക്ഷെ ഗുകേഷ് ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിരുന്നു. ഈ ഒരു മൂവിന് ശേഷം റൂക്ക് ടേക്സ് F6 ചെക്ക്. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ ക്യൂൻ വെച്ച് എടുത്തു കഴിഞ്ഞാൽ വലിയ കാര്യമൊന്നുമില്ല, കിങ് ജസ്റ്റ് മാറേണ്ടി വരും. കാരണം ക്യൂൻ വെച്ച് എടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ബിഷപ്പ് വെച്ച് എടുക്കും. ആ ഒരു വേരിയേഷനിൽ ഇവിടെ വൈറ്റ് ആയിരിക്കും ബെറ്റർ. കിങ് മാറിക്കഴിഞ്ഞാലോ ഇവിടെ ഒരു G7 എന്ന് പറഞ്ഞ മൂവ് വരും. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നം. ഇനി ഇങ്ങനെ ഒരു മൂവിന് ശേഷം ബിഷപ്പ് ഇൻറ്റു C2 വരും. ക്യൂൻ വെച്ച് ഇതിനെ വെട്ടിയെടുത്ത് കഴിയുമ്പോൾ ഇനി ഒറ്റ മൂവിലൂടെ ഫിനിഷ് ചെയ്യാൻ പറ്റും. ഒരു മൂവ് കളിക്കുന്നതോടെ ഇവിടെ ബ്ലാക്ക് ആയിട്ടുള്ള വിൻസെന്റ് ഗെയിമർ ഇവിടെ റിസൈൻ ചെയ്യുകയാണ്. ബിഷപ്പിനെ G6 കളിച്ചൊരു ചെക്ക് കൊടുക്കണം. അപ്പോൾ ഇവിടെ ബ്ലാക്കിൻ്റെ ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ഇങ്ങോട്ട് വരാൻ പറ്റില്ല, റൂക്കുള്ളതുകൊണ്ട്. ഇവിടേക്ക് ചെയ്യുക, അല്ലെങ്കിൽ താഴേക്ക് ഇറങ്ങുക. കിങ് E7 കളിച്ചു കഴിഞ്ഞാൽ റൂക്ക് ടേക്സ് A6 ചെക്ക്. ഈ ബിഷപ്പ് ആക്റ്റീവായി റൂക്ക് ഇത് മുഴുവൻ കൺട്രോൾ ചെയ്യണം. മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതും ചെക്ക് മേറ്റ് ആയി പോകും. ഇനിയിപ്പോൾ അതല്ല, ഇപ്പോൾ വേറൊരു രീതിയിലേക്ക് ഈ ഒരു ചെക്കിന് ശേഷം കിങ്ങിന് ഇവിടേക്ക് പോകണമെങ്കിലോ ഇതേ വേരിയേഷൻ പോലെ ആദ്യം റൂക്ക് F8 ചെക്ക് വരും. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് വെറും ചെക്ക് മാത്രമല്ല, ചെക്ക് മേറ്റ് ആണ്. കാരണം എന്താണ്? ബിഷപ്പും റൂക്കും കൂടെയുള്ള ഡബിൾ ചെക്കാണ്, കിങ്ങിന് അനങ്ങാൻ പറ്റില്ല, ബ്യൂട്ടിഫുൾ ചെക്ക് മേറ്റ്. അപ്പം അതുകൊണ്ട് തന്നെ ഗുകേഷിൻ്റെ ബിഷപ്പ് G6 എന്നുള്ള മൂവിന് ശേഷം ബ്ലാക്ക് ആയിട്ടുള്ള വിൻസെന്റ് ഗെയിമർ റിസൈൻ ചെയ്യുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ ഗെയിം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ഗെയിംസ് നമുക്ക് വീണ്ടും കാണാം, അടുത്ത വീഡിയോയിൽ കാണാം.